കഥ പുസ്തകങ്ങളിലെ മായാലോകം. മീരയ്ക്ക് കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ പുസ്തകങ്ങൾ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം അവളുടെ മുത്തശ്ശി പറഞ്ഞു, ഓരോ പുസ്തകവും ഓരോ മായാലോകമാണ്, നമ്മളെ കാത്തിരിക്കുന്ന ഒരു മായാലോകം. പക്ഷേ അവൾ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഒരു ദിവസം അവൾ അവളുടെ ശാസ്ത്ര പുസ്തകം തുറന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു കൊച്ചു തിളക്കം പുറത്തേക്ക് വന്നു. ആ തിളക്കം ഒരു കൊച്ചു മിന്നാമിന്നിയായി മാറി. അതിൻ്റെ പേര് വിദ്യുത് എന്നായിരുന്നു. വിദ്യുത് അവളെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം പറഞ്ഞു. വിദ്യുത് മീരയെ അവളുടെ ഭൂമിശാസ്ത്ര പുസ്തകത്തിലേക്കാണ് കൊണ്ടുപോയത്. മീര അവിടെ മനോഹരമായ കാട് കണ്ടു. ആ കാട് കണ്ട് അവൾക്ക് വളരെ അധികം അത്ഭുതം തോന്നി. വളരെ മനോഹരമായ ഒരു കാടായിരുന്നു അത്. വീണ്ടും അവൾ പുസ്തകം തുറന്നു. അവിടെ അവൾ കണ്ടത് മനോഹരമായ ഒരു കോട്ടയായിരുന്നു. വളരെ മനോഹരമായ ആ കോട്ട അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. വിദ്യുത് പറഞ്ഞു, പുസ്തകങ്ങളിൽ ഇതുപോലെ ഒരുപാട് മനോഹരമായ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ നിന്നെ അതെല്ലാം കാണിക്കാം. അവൾ വീണ്ടും പുസ്തകം തുറന്നു. അവൾ എത്തിയത് ഒരു ശാസ്ത്രലോകത്താണ്. അവിടെ അവൾ ആകാശം കണ്ടു, അമ്പിളിയെ കണ്ടു, നക്ഷത്രങ്ങൾ കണ്ടു. അവൾക്ക് വളരെ അധികം ഇഷ്ടമായി. അവൾ വീണ്ടും പുസ്തകങ്ങളുടെ ലോകത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അവൾക്ക് മനസ്സിലായി, മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്. നമ്മൾ കാണാത്ത ലോകവും അറിയാത്ത ഒരുപാട് കാര്യങ്ങളും പുസ്തകങ്ങളിൽ ഉണ്ടെന്ന്. അന്നു മുതൽ അവൾ വായന ഇഷ്ടപ്പെട്ടു. കൂട്ടുകാരെ, ഇതുപോലെ നമ്മളും പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം.